സുജയ ഇപ്പോൾ ആ പാറക്കൂട്ടത്തിന്റെ ഏത് ഭാഗത്തേക്ക് സുജയ എത്തിയിരിക്കുന്നു? ഞാൻ അതിൻ്റെ മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് സ്മൃതി. ഇതിന് മുകളിലേക്ക് കയറിയാൽ ചിലപ്പോൾ ഞാൻ വീഴും. അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു ചെരിഞ്ഞ പാറ കഷണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മുന്നോട്ടേക്കോ പുറകോട്ടേക്കോ മാറിയാൽ വീഴും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുന്നു. അവിടെ ഇപ്പോൾ അവർ മറിച്ചിടുന്ന ഭാഗത്ത് വസ്ത്രങ്ങളുടെയൊക്കെ കൂടുതൽ ദൃശ്യങ്ങൾ ഞാൻ ഇപ്പുറത്ത് നിന്നും കണ്ട ദൃശ്യങ്ങളാണ് അവരുമായി പങ്കുവച്ചത്. ദൗത്യസംഘം പാറയുടെ മറുഭാഗത്തായിരുന്നു. ഇപ്പോൾ അവർ നമ്മുടെ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്, തെർമൽ ഇമേജിങ്ങിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറുഭാഗത്തേക്ക് വന്നത്. ഫയർഫോഴ്സിൻ്റെ കൂടുതൽ ടീമിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ തെർമൽ ഇമേജിങ്ങിൽ ഈ ഒരു വീട് പെട്ടത് നേരത്തെ തന്നെ കണ്ടതാണ്. കാരണം ഇവിടെയുള്ള ഒരു സ്ട്രക്ചർ അല്ല, വ്യക്തമായി തന്നെ കാണാം. ഫൈസൽ, ആ ദൃശ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു മതിൽ ഭാഗം അടിഞ്ഞു കിടക്കുന്നത് കാണാം. അവർ ചവിട്ടി നിൽക്കുന്ന ഒരു മതിലിൻ്റെ ഭാഗത്താണ്. അതിനപ്പുറത്ത് ഒരു വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. വീട്ടുകാരുടെ വസ്ത്രങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അതൊക്കെ ഓരോന്നും അവർ ഇളക്കി പരിശോധിക്കുന്നുണ്ട്. മനുഷ്യരാരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വീണ് കിടക്കുന്ന ഭാഗം, ആ കെട്ടിട ഭാഗം അത് ഉയർത്തേണ്ടതുണ്ട്. അതാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായി അവിടെയുള്ള കമ്പികളും അതടക്കമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം ഇതിൻ്റെ മറ്റേ അറ്റം, ഈ വീണ് കിടക്കുന്ന ഭിത്തിയുടെ ഭാഗത്തിൻ്റെ മറ്റേ അറ്റം കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അത് കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു പാറക്കഷണത്തിൻ്റെ ഇടയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയ പീസ്, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ തൂണ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് എനിക്ക് ഇപ്പുറത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്ത് അതിനടിയിൽ എന്താണുള്ളതെന്ന് അറിയില്ല. അവിടെ ഇപ്പുറത്തേക്കും വീണ് കിടക്കുന്ന അതൊരു പാറയല്ല, അതൊരു വീടിൻ്റെ ഭാഗമാണ്, വീടിൻ്റെ അടുക്കള ഭാഗമാണ് എന്ന് തോന്നുന്നു. അതുപോലെയുള്ള ഒരു ഭാഗമാണ്. കാരണം അവിടെ ചാക്കുകളും ഒക്കെ അതിൽ പുതഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ വീടിൻ്റെ അടുക്കള ഭിത്തിയോട് ചേർന്ന് ചാക്കുകളിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അതടക്കം ഈ പാറകൾ എടുത്തുകൊണ്ട് വന്നതാകാം. അങ്ങനെ ഒഴുകി ഈ രണ്ട് പാറകൾക്കിടയിലാണ് ആ വീട് പെട്ടിരിക്കുന്നത്. വലിയൊരു പാറ മറുഭാഗത്ത് കാണാം. ഈ വീടിൻ്റെ സ്ട്രക്ചറിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു പാറയും കൂടെ. ഇതാ ഫൈസൽ അപ്പുറത്തേക്ക് മാറൂ. ഇതാ വലിയ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഫൈസൽ അങ്ങോട്ടേക്ക് മാറൂ. നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഇടത്ത് സ്മൃതി, ഞാൻ അവിടേക്ക് കയറുകയാണ്. തെർമൽ ഇമേജിങ്ങിൻ്റെ ഭാഗമായി പ്രദേശങ്ങൾ ഇപ്പോൾ കുഴിക്കുകയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആകാശ ദൃശ്യങ്ങളും കാണാം. സുജയ പർവതിയും ഫൈസലും അടങ്ങുന്ന വാർത്താസംഘം ഇപ്പോൾ ആ പ്രദേശത്തുണ്ട്. മണ്ണിനടിയിൽ 3 മൃതദേഹം എന്നൊരു സൂചനയുണ്ട്. തെർമൽ ഇമേജിങ്ങിൻ്റെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ കൂറ്റൻ പാറകൾക്കുള്ളിൽ ഒരു വീടിൻ്റെ ഭാഗമുണ്ടെന്നും ആ വീടിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിൽ പാറകൾക്കിടയിൽ ഒരു മൃതദേഹം ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നതുമാണ് സംശയിക്കുന്നത്. സുജയ പർവതിയും നമ്മളുടെ വാർത്താസംഘവും ഇപ്പോൾ ചൂരൽമലയിലുള്ള ആ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. രക്ഷാപ്രവർത്തകർ അവിടെ മാറ്റുന്നു. ഇപ്പോൾ JCB കൂടി കൊണ്ടുവരണം. ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്. അതിനു മുൻപ് പറഞ്ഞോളൂ. അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം, ഇതാണ് ആ വീടിൻ്റെ ഭാഗം. ഇതാണ് ഇനി എടുത്ത് മാറ്റേണ്ടത്. ഈ ഭാഗം എടുത്ത് മാറ്റുക. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടതാണ് അടുക്കളയുടെ ഭാഗം പോലെയുള്ള ഒരു തോന്നലാണ് നമുക്കുണ്ടായത്. ഇതെടുത്ത് മാറ്റുന്നതിനാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം വന്നിരിക്കുന്നത്. തെർമൽ ഇമേജിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചൂരൽമലയിൽ പരിശോധന നടത്തുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഇപ്പോൾ എക്സ്കവേറ്റർ നിർത്തിയിട്ടിരിക്കുന്നത്. ഫൈസൽ, ദൃശ്യങ്ങൾ കൊടുക്കാം. എക്സ്കവേറ്റർ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, ആ വീട് ആ മലകൾക്കിടയിൽ, വലിയ പാറകൾക്കിടയിലാണ് പെട്ടിരിക്കുന്നത്. അതിനടിയിൽ മനുഷ്യരുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ കാണുന്ന സ്ഥലം ചൂരൽമലയാണ്. മുണ്ടക്കയിലാണ് 3 മൃതദേഹങ്ങൾ തെർമൽ ഇമേജിൽ കൃത്യമായി 3 മൃതദേഹമായി തന്നെ കിടക്കുന്നത്. അത് അടുത്തടുത്താണ് കിടക്കുന്നത്. ഒരു കുടുംബത്തിലെ ആളുകളാകാനുള്ള സാധ്യതയുണ്ട്. മുണ്ടക്കൈ ഭാഗത്തുള്ള നമ്മുടെ ലൈവത്തോളിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടേഴ്സിന് അവിടേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അരുൺ, ഇപ്പോൾ ആ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ വീടിൻ്റെ ഭാഗം പൊളിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. നമ്മുടെ ടീം ഞാൻ നേരത്തെ നിന്ന പാറയുടെ ഇപ്പുറത്ത് കിടക്കുന്ന ആ ഭാഗം ഉയർത്തുകയാണ്. കാണാൻ കഴിയുന്നുണ്ട് സുജയ. അവിടെ സ്ലാബുകൾ ഉയർത്തുന്നു. അതിനിടയിൽ 3 മൃതദേഹങ്ങളുണ്ട് എന്നാണ് സംശയം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തെർമൽ ഇമേജിംഗ് മൂലം പ്രധാനപ്പെട്ട ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ
ഒരു വീടിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, വെള്ളാർമല, ചൂരൽമല ഭാഗങ്ങളിലെല്ലാം തന്നെ തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും. ഇപ്പോൾ തെർമൽ ഇമേജിംഗ് മൂലമുള്ള പരിശോധന നടത്തിയ ഒരു സ്ഥലത്ത് 3 മൃതദേഹങ്ങളുണ്ടെന്ന് സംശയിക്കുന്നു. ഒരു കുടുംബത്തിലെ ആവാം എന്നതാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ഒരു വീടിൻ്റെ ഭാഗം പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ കൂറ്റൻ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത്. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം വന്നുപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം റെസ്ക്യൂ പ്രവർത്തകരും ആ ഭാഗത്ത് തന്നെയുണ്ട്. അവർ വളരെ സൂക്ഷ്മമായി തന്നെയാണ് പരിശോധിക്കുന്നത്. മണ്ണിളക്കിയിടുമ്പോൾ ശരീരഭാഗങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നുണ്ട്. ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ട് എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. 200-ലധികം പേരെയാണ് ഈ പ്രദേശത്തു നിന്നും കാണാതായിരിക്കുന്നത്. ഇന്നിപ്പോൾ ആകെ കണ്ടെത്തിയിരിക്കുന്നത് 4 മൃതദേഹങ്ങൾ മാത്രമാണ്. പല മൃതദേഹങ്ങളും കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ